നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കുടിവെള്ളത്തിന് മുൻഗണന നൽകി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അവതരിപ്പിച്ചു. പുല്ലൂക്കര ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI NSS വിദ്യാർത്ഥികൾ മണ്ണുത്തി സെന്ററിൽ ലഹരിക്കെതിരെ ജനജാഗ്രത യജ്ഞവും മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. CPI പുത്തൂർ ഏരിയ ലോക്കൽ സമ്മേളനവും പ്രകടനവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിമത്ര പൊങ്ങണങ്കാട് റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, വടക്കാഞ്ചേരി മണ്ണ് സംരക്ഷണ ഓഫീസ് ഓവർസിയർ ജോസഫ് ഷൈൻ PJ, മണ്ണ് സംരക്ഷണ ഓഫീസർ V ജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാർ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 4 ഇനം ഫലവൃക്ഷ തൈകൾ ചടങ്ങിൽ വിതരണം നടത്തി. കുടിവെള്ളത്തിന് പ്രാധാന്യം നൽകി തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ്. കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും സംരംഭങ്ങൾക്കും പ്രാധാന്യം നൽകി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഇ ഉമാലക്ഷ്മി ബജറ്റ് അവതരിപ്പിച്ചു. കുടിവെള്ള മേഖലയ്ക്ക് 81 ലക്ഷവും സംരംഭങ്ങൾക്ക് 1 കോടി രൂപയും കളിസ്ഥലത്തിന് 2.5 കോടി രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് 3.5 കോടി രൂപയും വകയിരുത്തിയിട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന എല്ലാ വിളകൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിലും വന്യജീവികൾ ആക്രമിച്ച് നശിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിള ഇൻഷുറൻസ് നൽകുന്ന രീതിയിലുമായി കാർഷിക മേഖലയ്ക്ക് പ്രധാനമായി ഊന്നൽ നൽകിയിട്ടുണ്ട്. 33,14,89,707 രൂപ ആകെ വരവും 32,65,39,500 രൂപ ആകെ ചിലവും വരുന്ന ബജറ്റിൽ 49,49,577 രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ബജറ്റിന് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, സബിത സതീഷ്, വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, C സുരേഷ്, VS ഷാജു, PT മണികണ്ഠൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു സ്വാഗതവും KA സുജിത മോൾ നന്ദിയും പറഞ്ഞു. കൃഷിയുടെയും അനുബന്ധ മേഖലകളുടെയും വികസനത്തിൽ അധിഷ്ഠിതമാണ്. അതിനാൽ നെൽകൃഷിയുടെയും മറ്റു വിളകളുടെയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ പരിപാടികൾക്ക് ഈ ബജറ്റിൽ മുൻതൂക്കം നൽകുന്നു. നെല്ല്, തെങ്ങ്, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങി പഞ്ചായത്തിലെ പ്രധാന വിളകളുടെ വികസനത്തിനായി സമഗ്ര പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. പുല്ലൂക്കര ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI NSS വിദ്യാർത്ഥികൾ മണ്ണുത്തി സെന്ററിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ യജ്ഞവും ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. മണ്ണുത്തി സെന്ററിൽ രാവിലെ നടന്ന പരിപാടികൾ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ശ്യാമിള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. 400ഓളം കുട്ടികൾ പങ്കെടുത്ത റാലിയും മനുഷ്യച്ചങ്ങലയും ജനശ്രദ്ധയാകർഷിച്ചു. ITI പ്രിൻസിപ്പൽ PV ചിത്രാംഗതൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, സ്റ്റാഫ് അംഗങ്ങൾ, ട്രെയിനികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു തലമുറ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആരോ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യാൻ അത് കേരളം എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായ കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ മയക്കുമരുന്നിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തുക. അതിനുവേണ്ടി ഇന്ന് കേരളം ഒട്ടാകെ NSS വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ എല്ലാ സംഘടനകളും
പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള ആ കർത്തവ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എന്ത് വില കൊടുത്തും നമ്മൾ ഈ ലഹരി മരുന്നുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തും. അതിന് പല നാമത്തിൽ നമ്മൾ അറിയുന്നു. ഫുട്ബോളാണ് ലഹരി, വായനയാണ് ലഹരി. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ നോക്കണം. വർഷം മുൻപ് പോലും ഇത്രയ്ക്കധികം ലഹരി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ ലഹരി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെന്താണ്? മദ്യമായിരുന്നു, ബീഡിവലിയായിരുന്നു, ഒന്നും കൂടി കടന്നു കഴിഞ്ഞാൽ കഞ്ചാവായിരുന്നു. ഇപ്പോൾ അതിൻ്റെ രീതിയെല്ലാം സ്റ്റാറ്റസ് എല്ലാം മാറി. അതെല്ലാം രാസലഹരിയിലേക്ക്, നമ്മൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത തരത്തിലുള്ള MDMA, കെറ്റമിൻ, മെത്താഫെറ്റമിൻ, അങ്ങനെ ഒരുപാട് രാസനാമങ്ങൾ അറിയപ്പെടുന്ന മയക്കുമരുന്നുകൾ വന്നു ചേർത്തിരിക്കുകയാണ്. പണ്ട് നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിച്ചിരുന്ന പുരുഷന്മാരായിരുന്നു. ഇന്നിപ്പോൾ പുരുഷന്മാർ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നത്? അല്ല, നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലെ കണ്ടു കാണും അല്ലേ, സ്ത്രീകളടക്കം ഉപയോഗിച്ചിട്ടുള്ള രീതി. അപ്പോൾ ഇതിൻ്റെ വേഗത, ഇതിൻ്റെ വളർച്ച വളരെ കൂടുതലാണ്. ഒരു സാധാരണഗതിയിലുള്ള ഒരു MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാസലഹരിയാണ്. ആ രാസലഹരി എന്ന് പറഞ്ഞാൽ വളരെ കുറവ് മതി. അതിനിപ്പോൾ സാധാരണ പറയുന്നത് 3000 രൂപയാണ് ഒരു ഗ്രാമിന് വില. അപ്പോൾ ആ സാധനം വാങ്ങാനായിട്ട് ഒരു വസ്തുവിന് എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത്? അതിന് ആവശ്യക്കാരനുണ്ടാവണം. ആവശ്യക്കാരനുണ്ടാവണമെങ്കിൽ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ അല്ലേ, ഒരു വസ്തു, ഒരു സാധനം പ്രൊഡക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആവശ്യക്കാർ കൂടുന്നുകൊണ്ടും, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു 3000 രൂപയോളാണ് അതിൻ്റെ വില എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വസ്തു ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2.5 കിലോനാണ് പിടിച്ചത്. സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്ക് എതിരെ, ലഹരിയും മറ്റ് പല പല ഉപയോഗങ്ങളുടെയും ആസക്തിയിൽ കൗമാരക്കാരായ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഒരു വഴിതെറ്റി മറ്റൊരു രീതിയിലുള്ള ജീവിത രീതികൾ മാറ്റിയെടുത്ത് അവരെ നല്ല രീതിയിലും സമൂഹത്തിന് ഉന്നതിയിലെത്തിക്കാവുന്ന യുവതലമുറയായി മാറ്റിയെടുക്കാൻ വിക്ടറി ITയുടെ NSSന്റെ യൂണിറ്റിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ 17 മുതൽ 26 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളാണ് ഇന്ന് NSSന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിന്റെ ഭാഗമായി വിക്ടറിയുടെ NSS വളണ്ടിയേഴ്സിന്റെയും വിക്ടറി ITA ഒല്ലൂക്കരയിലെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ലഹരി വിരുദ്ധ പ്രചരണ ജാഥയും അതുപോലെ തന്നെ ഒരു മനുഷ്യ ചെങ്ങലയുമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മദ്യം, പുകയില, പാൻമസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് CPI പുത്തൂർ ഏരിയ ലോക്കൽ സമ്മേളനവും പ്രകടനവും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വനാതിർത്തി ഗ്രാമങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം ശാശ്വതമായ രീതിയിൽ പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്ന് മാന്നാമംഗലത്ത് നടന്ന CPI പുത്തൂർ ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. ആനയും പുലിയും ചെന്നായയും കുറുനരിയും കുരങ്ങുകളും മയിലുകളും വലിയ തോതിൽ വനമിറങ്ങി ഗ്രാമങ്ങളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി പഠിച്ച് വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെയുള്ള അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിർത്തുന്നതിനും നാട്ടിൽ മനുഷ്യന്റെ സുരക്ഷിതത്വവും സർക്കാർ ഉറപ്പുവരുത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ മുതിർന്ന നേതാവ് ഭാസ്കരൻ പതാക ഉയർത്തി. പാർട്ടി മണ്ഡലം സെക്രട്ടറി PD റെജി, AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി, സെക്രട്ടേറിയറ്റ് അംഗം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ലോക്കൽ സെക്രട്ടറിയായി TS മുരളീധരനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി അഖിൽ PS-നെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് മലയാളത്തിന്റെ വിശിഷ്യമായ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു പെൺകുട്ടി, ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയായ ഒരു പെൺകുട്ടി, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി അന്ന് രാത്രി 12:30 മണി കഴിഞ്ഞ നേരത്തിന്റെ വാട്സപ്പിൽ അയച്ച സന്ദേശം 3 വരികളാണ്.
ചുടയിലേക്ക് എടുക്കുന്ന നേരം വരെ എൻ്റെ മനസ്സിന്റെ ചുവരെടുത്തുകളിൽ നിന്ന് മായാത്ത 3 വരികൾ, ഒരു കൊച്ചു പെൺകുട്ടിയുടെ വരികൾ. അവരെഴുതി, സാർ, ചൂരന്മലയിലെ കഥകൾ കണ്ട് വാർത്തകൾ കേട്ട് കരട് പിടയുകയാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. സാർ, മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായ ഒരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ കൊച്ചു പെൺകുട്ടി എഴുതിയ സന്ദേശം. മലയാളത്തിന്റെ ധൈര്യം അതാണ്. കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്ത നാട്ടിൽ പൊക്കിൾക്കൊടി ബന്ധം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞ് മുലകുടിക്കാനാകാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിന്റെ മാതൃത്വം എന്നുള്ളതാണ് ഈ വലിയ പോരാട്ടത്തിൽ കേരളത്തെ നയിക്കാൻ ഈ ഗവൺമെന്റിന് അഭിമാനമായ വസ്തുത. കേരളത്തിൽ മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിൽ ലഹരിക്കെതിരെ അഭ്യുദയകാംക്ഷികളുടെ സാമ്പത്തിക പിന്തുണയോടെ വായനയാണ് ലഹരി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് LP UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പത്രം വീടുകളിലേക്ക് നൽകുന്നതിന്റെ വിതരണോദ്ഘാടനം ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് KC ബൈജു മുഖ്യാതിഥിയായിരുന്നു. പത്രം സ്പോൺസർ ചെയ്യുന്ന വിൻസ് പ്ലാസ്റ്റിക് സ്ഥാപന ഉടമ വിൻസെന്റ് കളപ്പുര, സെന്റ് ജോർജസ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് CL ലിനറ്റ്, സെന്റ് ജോർജസ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആൻസി മരിയ, മാതൃഭൂമി പ്രതിനിധി സെബാസ്റ്റ്യൻ ജോസഫ്, മുക്കാട്ടുകര പള്ളിക്കൈക്കാരൻ വിൻസെന്റ് കവലക്കാട്ട്, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിനെ ഡാനി ഡേവിസ്, മേജോ ജോർജ്, KR രാഹുൽ, CD ടോണി, AK ആൻഡോ, ജോർജ് മഞ്ഞിയിൽ, പവിൻ തോമസ്, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരാൾ പോലും കൈ പൊക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരാൾ പോലും പൊക്കുന്നില്ല. പിന്നെ പലരും പൊക്കി അവരുടെ വീട്ടിൽ പത്രം ഉണ്ടായിരിക്കും, പത്രം കാണാറുണ്ട്, അതല്ലാണ്ട് വായിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഇതിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പത്രം വായിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ഈ പത്രം വായനയും ലഹരി ഉപയോഗവും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ബന്ധമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ചില ചേട്ടന്മാരുണ്ടായിരിക്കും. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ചേട്ടന്മാരെന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും, ആ ചേട്ടന്മാർ ഒരു പണി ഉണ്ടാവില്ല. നമ്മളെ പോലെ സ്കൂളുകളിൽ പഠിച്ച് സ്കൂളിനും വേണ്ടാണ്ട് നാടിനും വേണ്ടാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറച്ച് ആളുകളാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ സ്കൂളിൽ വരുന്നത്? ആണോ? ഉറപ്പാണോ? ഇപ്പോഴും സൗണ്ട് ഇല്ല. പലർക്കും സംശയമാണത്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിൽ വരുന്നത്? ഒന്നുകൂടി പറഞ്ഞേ. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ അംഗീകൃത ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകുന്നതിനായി ജവഹർ ബാലഭവനിൽ നഗരസഭ സംഘടിപ്പിച്ച പുസ്തകമേള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K രാമചന്ദ്രൻ, നഗരസഭ നേതൃത്വ സമിതി ചെയർമാൻ ഭാസ്കരൻ K മാധവൻ, ലൈബ്രറി കൌൺസിൽ പ്രതിനിധി ബിജു ഫ്രാൻസിസ്, ബുക്ക്മാർക്ക് പ്രതിനിധി അനീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് ബുക്ക്മാർക്കിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മേള ചൊവ്വാഴ്ച സമാപിക്കും. തൃശൂർ ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചലോ പാർലമെന്റ് മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായ കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏജിസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇന്ധനവില കുറയ്ക്കുക, ഡ്രൈവർമാരെ തുറങ്കിലടയ്ക്കുന്ന കരിനിയമങ്ങൾ കേന്ദ്രം പിൻവലിക്കുക, രാജ്യത്തെ മോട്ടോർ വാഹന തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. CMS സ്കൂളിന് മുൻപിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഏജിസ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. MK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. KSRTEA ജില്ലാ സെക്രട്ടറി പ്രബീൻ പ്രഭാകരൻ, CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ഓൾ കേരള ഡ്രൈവേഴ്സ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി G രാധാകൃഷ്ണൻ, പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് യൂണിയൻ ജില്ലാ ട്രഷറർ KR ആനന്ദൻ, M അഷ്റഫ്, K നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയുന്നത് പോലെ ഇന്ത്യയിൽ 91-ലാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള
റാവു നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ആഗോളവൽക്കരണ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കി. അന്നു മുതൽ അന്നത്തെ 92 സെപ്റ്റംബർ 6-ാം തീയതി ഈ വിഷയമടക്കമുള്ള തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായി ഇന്ത്യയിൽ ആദ്യത്തെ അഖിലേന്ത്യാ പണിമുടക്ക് നടന്നു. അന്ന് ഈ വിഷയങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള പണിമുടക്കിൽ INTUC പങ്കെടുത്തില്ല. കരിമത്ര പൊങ്ങണങ്ങാട് റോഡ് നിർമ്മാണം കുണ്ടുകാട് ഊരോക്കാട് പ്രദേശത്തെ പണികൾ അതിവേഗം പുരോഗമിക്കുന്നു. പാല നിർമ്മാണവും പുറമ്പോക്ക് ഭൂമികൾ ഒഴിവാക്കുന്ന നടപടികളും നടന്നുവരുന്നു. അമ്പലപ്പാട് മിച്ചഭൂമി പ്രദേശത്ത് ധാരാളം വീടുകളോട് ചേർന്നാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. അത് വീടുകളിലെ താമസക്കാർക്ക് പുറത്തിറങ്ങുവാൻ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പുറമ്പോക്ക് ഭൂമി കൈവശം വെച്ചവർക്കും റോഡിലേക്ക് ഇറങ്ങി വീട് നിർമ്മിച്ചവർക്കും പ്രയാസം സൃഷ്ടിക്കും. പുന്നമ്പറമ്പ് സെന്ററിലെ റോഡ് കയ്യേറ്റം പോലെ കുണ്ടുകാട് സെന്ററിലും വൻതോതിൽ പുറമ്പോക്ക് ഭൂമിയുള്ളതിനാൽ ഇവിടെ ദേശീയപാതയേക്കാൾ റോഡിന് വീതിയുണ്ടാകും. കുണ്ടുകാട് LP സ്കൂളിനോട് ചേർന്നാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇതും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട്. റോഡ് നിർമ്മാണത്തിനൊപ്പം വൈദ്യുതി പോസ്റ്റുകൾ നീക്കി സ്ഥാപിക്കുന്ന പണികൾ പുരോഗമിക്കുന്നില്ല. വനം വകുപ്പിന്റെ ജണ്ടകളും റോഡിനെ തടസ്സമായി നീക്കുന്നത് സംബന്ധിച്ച അവ്യക്തത നിലനിൽക്കുകയാണ്. ഇത് റോഡ് പണി വൈകുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി റോഡ് പണി പൂർത്തിയായ ശേഷമേ കാനപ്പണികൾ നടത്തുവാൻ കഴിയൂവെന്ന് കരാറുകാരൻ പറയുന്നു. ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ മണ്ണുത്തി വടക്കാഞ്ചേരി യാത്ര വളരെ എളുപ്പവും സുഗമവും ആകും. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം.
ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ നെല്ലങ്കരയിലെ അംബേദ്കർ സ്ക്വയറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെയും മാർ തിമത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ നെല്ലങ്കരയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധനയും മരുന്ന് വിതരണവും നടന്നു. ദേശത്ത് വ്യാപിച്ചുവരുന്ന പകർച്ചവ്യാധികളെ തടയുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ മറ്റു പല ദേശങ്ങളിലും എല്ലാ സംഘടനകളും അസോസിയേഷനുകളും സംഘടിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി തിമോത്തി വടക്കൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മൈക്കിൾ വള്ളവന്ത്ര, കൗൺസിലർമാരായ സുബി സുകുമാരൻ, ഷീബ ജോയ്, മാർ തിമത്തിയോസ് ഹോസ്പിറ്റൽ സെക്രട്ടറി ഡിക്സൺ ജോസഫ്, INC നെല്ലങ്കര കൂട്ടായ്മ സെക്രട്ടറി ഉദയകുമാർ, ജോയ് KJ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജെൻഡർ പദ്ധതി പഠനത്തിന്റെ ഭാഗമായി ഏകദിന ക്ലാസ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംഘടിപ്പിച്ച ബയോവിഷൻ വർക്ക്ഷോപ്പ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MM അവറാച്ചൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന ഷാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PP ബാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS ബാബു, സിനി പ്രദീപ് കുമാർ, PK അമൽറാം, ബിന്ദു MK തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോവിഷൻ എന്ന വിഷയത്തിൽ കില റിസോഴ്സ് പേഴ്സൺ ശശികല ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ നടത്തിയ ലിംഗസമത്വം, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്ന വിഷയത്തിലെ പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കില റിസോഴ്സ് പേഴ്സൺ പ്രീതി ഉണ്ണികൃഷ്ണൻ ക്ലാസ് എടുത്തു. മച്ചാട് മാമാങ്കം മണലിത്തറ ദേശ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം മുഖ്യ പങ്കാളിത്ത ദേശം മണലിത്തറ 2026 മാമാങ്ക ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദേശപൊതുയോഗം നടന്നു. പ്രസിഡന്റ് രാജീവ് മൂത്തമന അധ്യക്ഷനായി. സെക്രട്ടറി TP സോമസുന്ദരൻ റിപ്പോർട്ടും ട്രഷറർ രതീഷ് തിരുത്തിന്മേൽ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായി രാജീവ് മൂത്തമന, TP സോമസുന്ദരൻ, O ശ്രീകൃഷ്ണൻ, രതീഷ് തിരുത്തിന്മേൽ തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു. 2026 ഫെബ്രുവരി 17 മച്ചാട് മാമാങ്കം. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വചനോദയം 2025 നിയോഗ പ്രാർത്ഥനാ കൺവെൻഷൻ മാർച്ച് 29 മുതൽ ഏപ്രിൽ 1 വരെ നടക്കും. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വയനാട് അനുഗ്രഹ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ റവറന്റ് ഫാദർ മാത്യു വയലാമണ്ണിൽ CST ആൻഡ് ടീം നേതൃത്വം നൽകുന്ന ദൈവവചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും മാർച്ച് 29 ഉച്ചതിരിഞ്ഞ് 4:30 തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 29 ശനി മുതൽ ഏപ്രിൽ 1 ചൊവ്വ വരെ വൈകിട്ട് 4:30 മുതൽ 9:30 വരെയാണ് കൺവെൻഷൻ നടക്കുന്നത്. ഉത്താന തിരുനാളിനെ ഒരുങ്ങുന്ന നമുക്ക് ഏവർക്കും ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് ഈശോയെ കൂടുതൽ അറിയുവാനും വചനം കൂടുതൽ പഠിക്കുവാനും അങ്ങനെ വിശ്വാസത്തിന്റെ നല്ല ഉറപ്പുള്ള വ്യക്തികളായിട്ട് മാറുവാൻ സഹായകരമാകട്ടെ എന്ന് ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൈക്കാരന്മാരായ ജോൺസൺ പാലക്കൽ, വിൻസെന്റ് കവലക്കാട്ട്, CC സാജൻ, ഡാനി ഡേവിസ്,
കൺവീനർ ആൻഡ്രൂസ് അമ്മണംതട്ട തുടങ്ങിയവർ അറിയിച്ചു. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള മുക്കാട്ടുകര സെൻറ് ജോർജ് ഇടവക ദേവാലയത്തിൽ 2025 വചനോദയം ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. വയനാട് അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഫാദർ മാത്യു വൈലാമണ്ണിൽ അച്ഛൻ നയിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവരെയും ആദ്യമേ തന്നെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. 29-ാം തീയതി വൈകിട്ട് 4:30 ആരംഭിക്കുക, വൈകിട്ട് 9:30 സമാപിക്കുന്നു. ഈ ബൈബിൾ കൺവെൻഷൻ അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴ്ത്തുപിതാവാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഈ വലിയ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാ ഇടവകകളിലും ധ്യാനകേന്ദ്രങ്ങളിൽ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയമാണ്. ഈ ഉത്ഥാന തിരുനാളിൽ ഒരുങ്ങുന്ന നമുക്കേവർക്കും ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്ത് ഈശോയെ കൂടുതൽ അറിയുവാനും വചനം കൂടുതൽ പഠിക്കുവാനും അങ്ങനെ വിശ്വാസത്തിൻ്റെ നല്ല ഉറപ്പുള്ള വ്യക്തികളായിട്ട് മാറാനും ഈ ബൈബിൾ കൺവെൻഷൻ നമുക്ക് സഹായമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളേവരെയും ഈ കൺവെൻഷനിലേക്ക് ഇടവകയുടെ പേരിൽ, ഇതിൻ്റെ സംഘാടകരുടെ പേരിൽ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുക്കാട്ടുകര സെൻറ് ജോർജ് ഇടവക ദേവാലയത്തിൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 1 വരെ നടക്കുന്ന ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിന് ഇണങ്ങിയ പുരോഹിതൻ, അവിടുത്തെ ഹൃദയത്തിന് അനുരൂപനായ അജപാലകൻ വചനം നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു തുറന്ന ഹൃദയത്തോടെ നമുക്കിവിടെ ആയിരിക്കാം. ആത്മാവും ജീവനുമായ വചനം നമ്മെ എല്ലാവരെയും ഒരു പുതുസൃഷ്ടിയാകട്ടെ. ആമീൻ. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവരുന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. തിരുവാതിര വിളക്ക് ഏപ്രിൽ 5 വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ഏപ്രിൽ 8, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേർ അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം നിരോധിത ലഹരി വസ്തുക്കൾ, അനധികൃത മദ്യം എന്നിവയുടെ നിർമ്മാണം, സംഭരണം, വിപണനം എന്നിവ തടയുന്നതിനായി തൃശൂർ റൂറൽ ജില്ലയിൽ കേരള പോലീസിന്റെ ജനമൈത്രി സുരക്ഷാ സമിതി, കടലോര ജാഗ്രതാ സമിതി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നിവയിലെ അംഗങ്ങളുടെയും റെസിഡൻസ് അസോസിയേഷനുകൾ, അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി എന്നിവയിലെ അംഗങ്ങളുടെയും സഹായത്തോടെ നടന്നുവരുന്ന ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരിശോധനകൾ നടത്തിവരികയാണ്. മാർച്ച് 23 രാത്രി 7:40 കോടാലി പാറക്കടവിൽ നിന്ന് കോടാലി സ്വദേശിയായ പോക്കാങ്കില്ലത്ത് വീട്ടിൽ സീതി, കോടാലി സ്വദേശിയായ താനാത്തുംപറമ്പിൽ അർഷാദ് എന്നിവരെ നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ്, ഹോംഗാർഡ് പ്രദീപ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് മണലി സബ് വാട്ടർ ഷെഡ് പ്രവർത്തനോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. കുടിവെള്ളത്തിന് മുൻഗണന നൽകി തെക്കുംകര ഗ്രാമപഞ്ചായത്ത് 2025-26 ബജറ്റ് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി അവതരിപ്പിച്ചു. പുല്ലൂക്കര ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI NSS വിദ്യാർത്ഥികൾ മണ്ണുത്തി സെന്ററിൽ ലഹരിക്കെതിരെ ജനജാഗ്രത യജ്ഞവും
മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു. CPI പുത്തൂർ ഏരിയ ലോക്കൽ സമ്മേളനവും പ്രകടനവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കരിമത്ര പൊങ്ങണങ്കാട് റോഡ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.